I'm sweating, guys. I'm sweating. Bye-bye, guys. എന്ത് തോന്നിവാസമാണ് ഇവളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്നതല്ലേ. ഇത് വേറെ ആരുമല്ല, നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ BJP നേതാവായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ 4 മക്കളിൽ ഒരുവളായിട്ടുള്ള ഏറ്റവും ഇളയവളായിട്ടുള്ള ഹൻസികയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇവളുടെ മൂത്ത ചേച്ചി ഒരു സിനിമാ നടിയാണ്, അഹാന കൃഷ്ണ. അവൾക്ക് ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും ഇളയ അനിയത്തിയായിട്ടുള്ള ഹൻസിക ഇതേപോലെ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ഇതേപോലെയുള്ള തോന്നിവാസങ്ങൾ അതിൽ കാണിച്ചു കൂട്ടുകയും ചെയ്തത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. കാരണം അത് 299, 399 രൂപയൊക്കെ അല്ലെങ്കിൽ 199 അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത്. ഇതൊക്കെ എടുത്തുകൊണ്ട് അതിൽ മെമ്പേഴ്സായിട്ട് നിൽക്കുന്നവർക്ക് മാത്രം ഉള്ള കണ്ടൻറ്റുകളാണ് ഈ സബ്സ്ക്രിപ്ഷനിൽ വരുന്നത്. അപ്പം ഒരാൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു രേണുസുധിയുടെ ഫാനും കൂടെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രേണുസുധി മാത്രം സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതിലാണോ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഇത്രയും വലിയ പ്രശ്നം? ഈ ഹൻസിയെ പോലുള്ളവർക്കൊന്നും സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഷെഫീന ബീബിക്ക് പേഴ്സണലി ഈ വീഡിയോസിൻ്റെ ക്ലിപ്സ് സഹിതം അയച്ചു കൊടുത്തുകൊണ്ട് രേണുസുധിയുടെ ഒരു ഫാനായിട്ടുള്ള ഒരാൾ വന്ന് ചോദിക്കുകയാണ്, രേണുസുധിക്ക് വേണ്ടി ചോദിക്കുന്നത് പോലെ ചോദിക്കുകയാണ്. രേണുസുധിയും പല വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഞാനല്ലാതെ എത്രയോ പേര് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നു, നീയൊക്കെ അവരുടെ വീഡിയോ ഒന്ന് പൂട്ടിച്ച് കാണിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ റിയാക്ഷൻ ചെയ്യുക, എന്നോട് മാത്രമേ ഇതെല്ലാം പറ്റത്തുള്ളല്ലോ എന്നൊക്കെ രേണുസുധിയും പറയുന്നുണ്ടായിരുന്നു. ഇതേ കാര്യം തന്നെയാണ് രേണുസുധിയുടെ ഒരു ആരാധകനായിട്ടുള്ള ഒരാൾ വന്നിട്ട് ഷെഫീന ബീബിയോട് ചോദിക്കുന്നത്. കാരണം ഷെഫീന ബീബി രേണുസുധിയെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിക്ക റിയാക്ഷൻ വീഡിയോ ആളുകൾക്കും രേണുസുധി ഒരു വലിയ കണ്ടന്റ് തന്നെയാണ്. കാരണം അവർ ഓരോ കണ്ടന്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ രേണുസുധി ഒരു ആൽബത്തിൽ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുക, ഡബിൾ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, ഇതെല്ലാം അവർ ഓരോ രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഓരോ കണ്ടന്റ് എന്നുള്ള രീതിയിൽ അവരായിട്ട് ഇട്ട് കൊടുത്ത് ഇറന്ന് മേടിക്കുന്ന റിയാക്ഷൻസ് ആണ് ഇത് മുഴുവനുള്ളത്. അപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് എതിരെ ഒരു ആൾ സംസാരിക്കുകയാണ്, നിങ്ങൾ രേണുസുധീനെ മാത്രമേ കാണുന്നുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ സബ്സ്ക്രിപ്ഷനിൽ കയറി പൈസ മുടക്കി ഇവളുടെ ഈ വീഡിയോസും കാര്യങ്ങളും എടുത്ത് റെക്കോർഡ് ചെയ്ത് ഷെഫീന ബീബിക്ക് അയച്ചു കൊടുക്കുകയാണ്. ഷെഫീന ബീബി നോർമലി അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പം അവർ അവരുടേതായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പബ്ലിഷ് ചെയ്ത സമയത്താണ് നമ്മളെല്ലാവരും ഇതൊക്കെ കാണുന്നത്. കാരണം നമ്മളെല്ലാവരും ഇവരെ പോലുള്ളവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് അതിലെന്ത് നടക്കുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്നും അല്ല. അപ്പം ഈ രീതിയിലുള്ള വീഡിയോസാണ് അവൾ അങ്ങനെ ഇടുന്നതെന്ന് കണ്ടപ്പം വളരെ ലജ്ജ തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹൻസിക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയാണ്. അപ്പം ഒരു ഡാൻസ് കളിക്കുമ്പോഴാണെങ്കിലും പലതവണ ശരീരങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നേരമൊക്കെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം ആ ഒരു ഇംഗ്ലീഷ് രീതിയിലുള്ള സോങ്സ് ഒക്കെ കളിക്കുമ്പം മറ്റുള്ള ആൾക്കാർ റീൽസ് ചെയ്യുന്നതിനോട് താരതമ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് റീൽസ് ചെയ്യുന്നത്. അപ്പം അവർ ചെയ്യുന്നതിനോട് ഒരു ഈക്വാലിറ്റി നമുക്ക് തോന്നും. പക്ഷേ ഇത് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ കൂടുതലും പ്രായമായവർ, അതായത് ഒരു 40-50 വയസ്സുള്ളവർ കാണും. അതുപോലെ തന്നെ കുട്ടികൾ ഒരു 20 വയസ്സിന് മണ്ടയിലോട്ടുള്ളവർ കാണും, 18 വയസ്സുള്ളവർ കാണും. ഇതിലെല്ലാം കൂടുതൽ ആണുങ്ങൾ തന്നെയാണ്. പെണ്ണുങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്തതായിട്ട് ഇതുവരെ അറിവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ളവർ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതെന്ന് തന്നെ പറഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനാണ് എന്നൊരു ഊഹാപോഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതല്ല എന്ന് തെളിയിക്കാൻ ആരെയും കൊണ്ടും കഴിയത്തില്ല. കാരണം സബ്സ്ക്രിപ്ഷനിൽ പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ളത് ഇട്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പർപ്പിൾ ഹാൽസിയണും അതുപോലെ രേണുസുധിയും അങ്ങനെയുള്ളവർ ഇതുപോലെയുള്ള വീഡിയോസ് കുറേ എണ്ണം ഉണ്ട്. അതിൻ്റെ ഒന്നും പേരൊന്നും പറയാൻ പറ്റത്തില്ല. ഹാന ആയിക്കോട്ടെ, അവരൊക്കെ ഇപ്പോൾ ബിക്കിനി ഇട്ടുകൊണ്ട് ഒക്കെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്ന സമയത്തുള്ള ഇച്ചിരി മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഇത് അനിയത്തി അഹാനേനെ കടത്തി വെട്ടിയെന്ന് വേണം പറയാനായിട്ട്. ഒരു ബിക്കിനി എന്ത് കോലത്തിലുള്ള ഡ്രസ്സാണ് ഇടുന്നത്. ഇപ്പം ഡ്രസ്സിങ് സെൻസ് ഓരോരുത്തരുടെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ ആ ഡ്രസ്സ് ഇങ്ങനെ ഊരി കാണിക്കുക അല്ലെങ്കിൽ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒക്കെ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനെ പറയണം എന്നറിയത്തില്ല. എന്തായാലും അച്ഛന് മക്കൾ നല്ല പേരുണ്ടാക്കി വെക്കുന്നുണ്ട്. 4 മക്കളും സോഷ്യൽ മീഡിയയിലെ തരംഗം ആണ്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നുണ്ട്, എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരെ ഞാൻ ഫ്രീ ആയിട്ട് അങ്ങനെ വിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ കള്ളം പറയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അവർ എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആണ്. അതുപോലെ അവർ
സോഷ്യൽ മീഡിയ നമുക്ക് ദോഷം ചെയ്യും, ഒരുപാട് അങ്ങോട്ട് ഉപയോഗിക്കരുത് എന്ന് മക്കൾക്ക് അഡ്വൈസ് കൊടുക്കുന്ന ഒരു അച്ഛനാണ് എന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ട് ആ ഇൻ്റർവ്യൂ കേട്ട് ഇപ്പോൾ ചിരിക്കുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം മക്കൾ കാണിച്ചു കൂട്ടുന്ന ഇതാണ്. ഇപ്പം നമ്മുടെ ദിയ കൃഷ്ണനെ ഓർക്കുകയാണെങ്കിൽ അവൾ ഡെലിവറി വ്ലോഗും കാര്യങ്ങളും കാണിച്ചത് എനിക്കൊരു തെറ്റായിട്ട് തോന്നിയില്ല. കാരണം അത് ഒരുപാട് പേർക്ക് സ്വന്തം അമ്മയോടുള്ള റെസ്പെക്റ്റും വൈഫിനോടുള്ള റെസ്പെക്റ്റും വർദ്ധിപ്പിക്കാനായിട്ട് കാരണമായിട്ടുണ്ട് എന്ന് പല കമൻസിലും എനിക്ക് കാണാനായിട്ട് പറ്റി. അതൊരു തെറ്റായിട്ട് തോന്നിയില്ല. അതിലവർക്ക് മോശം എന്നുള്ള രീതിയിൽ അതിലൊന്നും തന്നെ അവർ കാണിക്കുന്നതുമില്ല. അപ്പം ആ ഒരു പെയിനും കാര്യങ്ങളുമാണ് അതിലവർ കാണിക്കുന്നത്. പക്ഷേ ഈ ഇളയ മകൾ കാണിച്ചു കൂട്ടുന്നത് സത്യം പറഞ്ഞാൽ വളരെ തോന്നിവാസം എന്ന് തന്നെ പറയണം. ഇത് ആദ്യം നിങ്ങൾ അച്ഛനും അമ്മമാർക്കും ഒന്നും കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ഈ ഹൻസിക എന്ന് പറയുന്ന കുട്ടിയുടെ കൂടെ പഠിക്കുന്നവരായിരിക്കും ഈ സബ്സ്ക്രിപ്ഷനിൽ എടുക്കുന്നവരിൽ കൂടുതലും. നാളെ ഒരിക്കൽ അവരുടെ ഭാഗത്തൊരു മിസ്ബിഹേവ് അവരുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കൂടത്തില്ല എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ രേണുസുധീനെ പറ്റി ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. രേണുസുധി ആയിക്കോട്ടെ ഹൻസിക ആയിക്കോട്ടെ ആരുടെ മക്കളും ആയിക്കോട്ടെ, ഇപ്പോൾ കൃഷ്ണകുമാർ വലിയ കൊമ്പത്തെ ആളായിരിക്കും. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ കൂടെ പോലും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനും അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും പറ്റിയ ഒരാളെന്നുള്ള നിലയിൽ അത്രയും വലിയ കൊമ്പത്തെ ആളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ അവരുടെ മക്കൾ ഏതായാലും കുറ്റം തന്നെയാണ്, തെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ രേണുസുധി ചെയ്താലും തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളില്ല. അപ്പം രേണുസുധി ഒരു വിധവയായതുകൊണ്ട് രേണുസുധിക്ക് ഷോർട്സ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ പാടില്ലെന്നോ, ആൽബത്തിൽ അഭിനയിക്കാൻ പാടില്ലെന്നോ, റീൽസ് ചെയ്യാൻ പാടില്ലെന്നോ, ഒരുങ്ങി നടക്കാൻ പാടില്ലെന്നോ ഒന്നും ഞാൻ ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യവും എൻ്റെ വീഡിയോയിലോട്ട് ഇല്ലതാനും. ആകെപ്പാടെ ഞാൻ രണ്ട് കാര്യത്തിലാണ് എതിര്. ഒന്ന് മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്, പിന്നെ ഈ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നത്, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈ സബ്സ്ക്രിപ്ഷൻ തന്നെയാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സാധാരണ റീൽസിലുപരി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കുക, അല്ലാതെ ഇങ്ങനെ നമ്മുടെ ശരീര പ്രദർശനമല്ല സബ്സ്ക്രിപ്ഷനിൽ ഉദ്ദേശിക്കുന്നത്. അത് ഇവർ ചെയ്യുന്നതിലൂടെയാണ് എനിക്ക് ഇവരോട് ദേഷ്യം തോന്നിയിട്ടുള്ളത്. അതിനെതിരെ മാത്രമാണ് ഞാൻ റിയാക്ഷൻ വീഡിയോയും ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് റിയാക്ഷൻസ് വരുന്നുണ്ട്, അതൊന്നും ചെയ്യാൻ പോയിട്ടില്ല. ചെയ്തെങ്കിലും അത്യാവശ്യം റീച്ച് കിട്ടുമെന്ന് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് എതിർപ്പുള്ള കാര്യങ്ങൾ, മാന്യമായ രീതിയിൽ എതിർപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രേണുസുധിയുടെ ഫാൻ ചോദിക്കുന്നതിനുള്ള വ്യക്തമായ ഒരു മറുപടിയാണ് ഈ പറയുന്നത്. കാരണം എല്ലാ റിയാക്ഷൻ വീഡിയോ ആൾക്കാരോടും കൂടെ ചോദിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം രേണുസുധി ചെയ്യുമ്പോൾ മാത്രമാണോ ഇതെല്ലാം കുറ്റം എന്ന് ചോദിക്കുന്നത്. രേണുസുധി ചെയ്തെന്ന് പറഞ്ഞാലും ആര് ചെയ്താലും ഇതൊക്കെ കുറ്റം തന്നെയാണ്. ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ മക്കൾക്ക് ഫുഡ് കഴിക്കാൻ വകയില്ലാതെ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ ഓക്കെ, അവർക്ക് കോടികളുടെ ഇപ്പോൾ പണം വിരിച്ചിട്ട് അതിൻ്റെ മണ്ട കിടന്നുറങ്ങാൻ മാത്രം പണമുള്ള അവർക്ക് വീണ്ടും പണത്തോടുള്ള ആർത്തി മൂത്ത് ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമേ അല്ല. അതിനൊരു മാതൃകയായിട്ട് അവർക്ക് ഇങ്ങനെയല്ല സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇവരത് ചെയ്തില്ല. അതുപോലെ തന്നെ കല്യാണം പോലും കഴിക്കാത്ത മക്കളാണ് ഹൻസിക പോലെ. അപ്പോൾ ചെറിയ കുട്ടിയാണ്, ചേച്ചി പോലും ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ വിവാഹം കഴിക്കാത്ത ഒരു കുട്ടിയാണ് ഈ ഓൺലൈനിൽ വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ചെറിയൊരു ഭാഗം കിട്ടിയാൽ മതി, ബാക്കിയുള്ളത് വേറെ രീതിയിൽ മോർഫ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വന്ന് പോലും സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ രീതിയിൽ വന്ന് കാണിക്കുന്നത്. അപ്പം ബാക്കി കുറച്ച് ഭാഗം കൂടെ കട്ട് ചെയ്താൽ മതിയല്ലോ, എല്ലാം ഓക്കെ ആയി. അപ്പം ഇതിനെ ഒന്നും ഒരിക്കലും ഏത് രീതിയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അത് ആര് ചെയ്താലും അങ്ങനെ തന്നെയാണ്. സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതിലല്ല കുറ്റം, ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് കുറ്റം. കാരണം ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ളൊരു പുള്ളിക്കാരി ദീപ്തി കല്യാണി, അത് കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ നെഞ്ചൊക്കെ കുലുക്കി കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് സ്ത്രീകൾ ഒരിക്കലും ഇങ്ങനെയല്ല, സ്ത്രീകൾ ഇങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഹൻസിക ഇപ്പോൾ കാണിക്കുന്നതോ ചുമ്മാ എക്സ്പോസ് ചെയ്ത് കുലുക്കി കാണിച്ചുകൊള്ളുകയാണ്. അപ്പം ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമോ? അതുപോലെ തന്നെ 1-2 കമൻറ്റ് ഞാൻ വായിച്ചായിരുന്നു. അതിൽ വളരെ അച്ഛനെ ഒരുപാട് പുച്ഛിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛൻ പോലും സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണുന്നുണ്ടായിരിക്കും. അപ്പം മക്കളിങ്ങനെ കാണിക്കുന്നത് സപ്പോർട്ട് ചെയ്യുകയും മക്കളെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളാണ് കൃഷ്ണകുമാർ എന്നുള്ള രീതിയിൽ പോലും ആളുകൾ കമൻറ്റ് ഇടണം എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു അവരുടെ വീട്ടിലെ ഇഷാനിയും അഹാനയും അവർ അച്ഛനും മാത്രമേ ഉള്ളൂ കുറച്ച് നല്ല ആൾക്കാരായിട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ ആയിക്കോട്ടെ. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കിപ്പം ഇപ്പം ഹാൻസികയ്ക്കൊക്കെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ജീവിക്കേണ്ട ഒരാവശ്യമില്ല. അവർക്ക് ആവശ്യത്തിലധികം
സമ്പാദ്യമുണ്ട്, ഇഷ്ടം പോലെ കോടിക്കണക്കിന് സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇത് തുടങ്ങിയിട്ട് ഇനി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിലൂടെ അവൾ കണ്ടെത്തുന്നത് അവളുടെ സെക്ഷൽ നീഡ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇത് കാണുമ്പോഴത്തേനും അവൾക്കുണ്ടാകുന്ന ആ ഒരു ഇതാണ് അവളുടെ ഏജിൻ്റേതാണ് എന്ന് വരെയും ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നാളെ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിനക്കെന്താ കുഴപ്പമെന്ന് ആൾക്കാർ ചോദിക്കുമായിരിക്കും. നമ്മുടെ ഭർത്താക്കന്മാരോ അച്ഛനോ അല്ലെങ്കിൽ അമ്മാവന്മാരോ അങ്ങനെയുള്ള മക്കളോ ആരും തന്നെ നാളെ ഒരിക്കലും ഇതേപോലെയുള്ള സബ്സ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ കാണാതെ ഇങ്ങനെ പോയി പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ ഒരിക്കൽ ഇപ്പോൾ രേണുസുധിയുടെ മക്കൾക്ക് നാളെ ഒരു പ്രശ്നം വരരുതല്ലോ എന്നോർത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ ഒരിക്കൽ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ മക്കൾ എന്തെങ്കിലും ഇതുപോലുള്ളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരോട് ഇങ്ങനെ കാണരുതെന്ന് പറയുമ്പം അമ്മ ഇത് തന്നെയല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ നെയ്യും ഇത് തന്നെയല്ലേ ചെയ്യുന്നതെന്ന് അവരുടെ വായിന്ന് കേട്ട് മുഖത്തടി കിട്ടുന്നത് പോലെ ആവാതിരിക്കണമെങ്കിൽ നമ്മളെ മാന്യമായിട്ട് തന്നെ ജീവിക്കണം. ഇപ്പം നമ്മൾ മാന്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മക്കളോട് നമുക്ക് പറയാൻ പറ്റും, നീ അങ്ങനെ ചെയ്യരുത്, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അപ്പം എന്നെ കണ്ട് പഠിക്കുക എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.